പോയല്ലോ, എന്റെ മോള് പോയല്ലോ. പഠിച്ചോനെ, ഞമ്മക്ക് ഞാനാണല്ലേ സഹിക്കാൻ പറ്റണില്ലല്ലോ. എന്തത് എത്ര നേരമായി കാത്തിരിക്കുന്നു? ആ കൂറെ ചക്കും കടവ് പിച്ചിക്കോയാ. ഞാൻ തന്നെടോ. അതെ, നൗഷാദ് എത്തിയിട്ടില്ല. പ്ലെയിന് ലേറ്റ് ആണെന്നാ കേട്ടത്. അതിന് എന്നോട് ചൂടാല്ല കോയാ. പ്ലെയിൻ ലേറ്റ് ആയതിന്റെ കാരണം ഞാനല്ലല്ലോ. ഏതായാലും 1.5 മണിക്കൂറിനുള്ളിൽ നൗഷാദ് ഇവിടെത്തും. പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ബോഡി ഇവിടെത്തുമ്പോഴേക്കും നൗഷാദ് ഇവിടെത്തും. അവിടുത്തെ കാര്യം ചെയ്ത് നോക്ക്, ഇവിടുത്തെ കാര്യം ഈ പിച്ചിക്കോയറ്റ്. അതെ കോയമനെ, ഈ വെറിയല്ലടാ. ഞാനിങ്ങനെ എയർപോർട്ടായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തൽക്കാലേ എന്റെ ഫോണിന്ന് കട്ടി. ഹലോ, ആറ്റക്കോയാ, ഇവിടെ ഒരു വിറ്റ് നടന്നിട്ടാ. നമ്മളേ ചക്കൻകടവത്തെ ആലിക്കോയാജിന്റെ മരുമോളില്ലേ, ഓള് മരിച്ച്. ഒന്ന് കട്ട് ചെയ്ട്ടോ, ഒരു ഫോൺ. പറദാസൂട്ടി, എന്ത് കിട്ടില്ലാന്ന്? എടാ കിട്ടില്ല, ഈ മറ്റേ ഫോണിൽ വിളിച്ചൂടെ എനിക്ക്? ഞാൻ ഫുള്ള് റേഞ്ചിലല്ലേ. അത് പിടിച്ച് കാര്യം പറയാ. പ്ലെയിൻ ലാൻഡ് ചെയ്തോ? ഇവിടെ ഒക്കെ റെഡിയാ. നൗഷാദ് ഇങ്ങോട്ട് എത്തിയാ മതി. എന്നാ ശരി, വെച്ചാളാ. ഓക്കെ. പിന്നെ നമ്മളെ നൗഷാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ അതും റെഡി ആയിട്ടുണ്ട്. എന്താ പോരെ, ഹാപ്പി അല്ലേ? ഈ പിച്ചിക്കോയ കാര്യമായിട്ടാല് അത് പൊളിക്കും. ഞാനേതാ ബളവന്. ഒന്നിങ്ങോട്ട് വന്നേ. എന്തേ ഇനി എന്തെങ്കിലും പോരായിണ്ടോ? ഏയ്, കംപ്ലീറ്റ് സെറ്റപ്പാ. പിന്നെ ലൈറ്റിന്റെ ഒരു പോരായി ഉണ്ട്. അത് പിന്നെ പകലായി പോയില്ലേ, നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ. പിന്നെ ഇജ്ജി ആലിക്കോയായിട്ട് നല്ല ബന്ധാണല്ലോ, അതുകൊണ്ട് ചോദിക്കുക. നൗഷാദ് ഗൾഫിൽ നിന്ന് വരുന്ന അന്ന് തന്നെ ഷാഹിന മരിക്കണോ? അതിപ്പോ എന്നോട് ചോദിച്ചിരുന്ന കാര്യാചാര്യ. ഷാഹിനോട് ചോദിക്കണ്ടേ? ഓളാണെങ്കിൽ മരിച്ചും പോയില്ലേ. അതല്ല ഞാൻ പറഞ്ഞത്. ഇതിന്ന് നമ്മളെന്താ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് അത് തന്നെ. പിന്നെ പെണ്ണല്ല ജാതി, പോരാത്തിന് ഗൾഫുകാരന്റെ പെണ്ണുങ്ങളും കണ്ടം ചാടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത വല്ല ബന്ധം ഉണ്ടായിട്ടുണ്ടാവും. ഓളൊരു ഒതുക്കുള്ള കുട്ടിയല്ലേ ഇനിയും? നിങ്ങൾ കേട്ടിട്ടില്ലേ മുണ്ടാപൂച്ച കാലോടക്കുന്നു? അള്ളാക്കറിയാം. ആചാര്യ, ഒരു മിനിറ്റ് ആക്കണ്ട, ഫുള്ളായിട്ട് സംസാരിച്ചോ. ഹലോ, ഇനി അധികം വൈകൂലല്ലോ ബോഡി എത്താന്. മിനിസ്റ്റർ ഇടപെട്ട കാര്യമാണ്. അത് കോയേ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താല് അതിനൊക്കെ ഒരു ഇത് വേണം. നൗഷാദ് ഇപ്പോൾ ഇവിടെത്തു. അതിൻ്റെ മുമ്പ് ബോഡി ഇവിടെത്തണം. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം ആൾക്കാരുണ്ട്. ഇനിയും ആൾക്കാർ കൂടാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ ഉള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ടടാ. ഇതെന്താ മരിച്ച വീടോ കല്യാണ വീടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രതീക്ഷയിലധികം ആൾക്കാരുണ്ട് എന്ന്. ഇവൻ എത്രയാണോ പ്രതീക്ഷ? ഇജ്ജി അത് വിട്. ബിച്ചിക്കോയനെ ഞമ്മക്കറിഞ്ഞൂടെ? അല്ല, നമ്മളവിടെ പറഞ്ഞ ചക്കും കടവത്തെ ദുർമരണവും മൊഴി ചെല്ലലും. ഇതിപ്പേ ഒരു കൊല്ലത്തിനിടയ്ക്ക് 3ാമത്തെ മരണ. കൂടാതെ ജാരക്കഥയും അവീതവും പറഞ്ഞിട്ട് മൊഴി ചെല്ലല് വേറെയും. ഒന്നും മനസ്സിലാണില്ല അംസുട്ടി. ഇത് സ്വയം ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കണില്ല. പിന്നെ ഇതിന്റെ പിന്നിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അനക്ക് തോന്നുന്നുണ്ട് ഫസലെ സായിനത് ചെയ്യുന്നു? പുലിവാലാവോ? പുലിവാലാകണം ഞമ്മക്കല്ല, ഇതിന്റെ പിന്നിൽ കളിക്കുന്നവർക്ക്. ഇതൊക്കെ എന്റെ തോന്നലാ. ഇതിന്റെ പിന്നിൽ ആര് കളിക്കാനാ? ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കും. ഉപ്പ് തീറ്റിക്കുന്നോണ്ടാണല്ലോ വെള്ളം കുടിക്കുന്നത്. ഇതിന്റെ പേര് നമ്മൾ തമ്മിലൊരു കച്ചറ വേണ്ട. ആംബുലൻസ് വരാം. എല്ലാരും ഒന്ന് റെഡി ആയിക്കോളി. പതുക്കെ 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 കയറി വാ. സ്ലോ മോഷനിൽ വാ. വരട്ടെ 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 വരട്ടെ. പതുക്കെ പതുക്കെ. ഇങ്ങോട്ടോളി. തുറന്നോ, തുറന്നു തുറന്നു തുറന്നു. പതുക്കെ പതുക്കെ.
ചിരിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ട ആള് മരിച്ചു കിടക്കുക. ഓപ്പത് എങ്ങനെ സഹിക്കുക? അതെ,